ബംഗ്ലാദേശിലെ രണ്ട് വലിയ മാധ്യമ സ്ഥാപനങ്ങൾ ആക്രമിക്കപ്പെട്ടു കഴിഞ്ഞു. ദ ഡെയിലി സ്റ്റാർ എന്ന ഇംഗ്ലീഷ് ദിനപത്രവും പ്രോതം എലോ എന്ന ബംഗാളി പത്രവുമാണ് ആക്രമിക്കപ്പെട്ടത്. ഇരു സ്ഥാപനങ്ങളും ഇന്ത്യക്ക് അനുകൂലമായ വാർത്തകൾ നൽകുന്നു എന്നാണ് ആരോപണം. ബംഗ്ലാദേശിലെ ഏറ്റവും ശ്രദ്ധേയമായ മാധ്യമങ്ങളാണ് രണ്ടും. ഹസീന വിരുദ്ധ പ്രക്ഷോഭം വന്നപ്പോ ഈ രണ്ടു ദിനപത്രങ്ങളും പ്രക്ഷോഭകാരികൾക്കൊപ്പമായിരുന്നു എന്നതും മറക്കാവുന്നതല്ല. ബംഗ്ലാദേശിൽ പുതുയുഗം പിറക്കുന്നു എന്നാണ് ഡെയിലി സ്റ്റാർ ദിനപത്രം അന്നെഴുതിയത്. അങ്ങനെ പ്രക്ഷോഭകാരികൾക്കൊപ്പം നിലയുറപ്പിച്ച പത്രങ്ങളാണ് ഇപ്പോ ആക്രമിക്കപ്പെടുന്നതും. ബംഗ്ലാദേശ് പ്രക്ഷോഭം കടന്നു പോകുന്ന അപകടകരമായ മാർഗങ്ങളെ കുറിച്ച് വ്യക്തമായ ധാരണ നൽകുന്നതാണ് ഈ സംഭവങ്ങൾ. ഇന്ത്യ വിരുദ്ധ പ്രക്ഷോഭത്തിൽ ആയിരങ്ങളാണ് അപ്പോ അണിനിരക്കുന്നത്. ഉസ്മാൻ ഹാദിയുടെ മയ്യത്ത് നിസ്കാരത്തിന് പങ്കെടുത്തത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ആൾക്കൂട്ടമാണ്. ബംഗ്ലാദേശിൽ ഇത്ര വലിയ ഖബറടക്കവും ആദ്യമാണ്. പ്രധാന കവലകളെല്ലാം പകൽ മുഴുവൻ പ്രക്ഷോഭകാരികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഈ കൊലപാതകം നടന്ന സമയമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഫെബ്രുവരിയിൽ തിരഞ്ഞെടുപ്പ് നടത്തുമെന്ന് പ്രഖ്യാപിച്ചതിന്റെ പിറ്റേന്നാണ് ഈ കൊലപാതകം നടക്കുന്നത്. 16 മാസത്തിനു ശേഷം ബംഗ്ലാദേശ് ജനാധിപത്യത്തിന്റെ വഴിയിലേക്ക് ഇറങ്ങുകയായിരുന്നു. ഈ കലാപം തിരഞ്ഞെടുപ്പിനെ തന്നെ അനിശ്ചിതത്വത്തിലേക്കാക്കുകയാണ്. ഇന്ത്യ വിരുദ്ധ പ്രക്ഷോഭം എന്ന് പറയുമെങ്കിലും ഈ നീക്കം ഏറ്റവും ഭീഷണിയാകുന്നത് ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗിനാണ്. അവാമി ലീഗിനെ ഈ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോലും അനുവദിക്കില്ല എന്ന നിലയിലാണ് ഇപ്പോഴത്തെ കാര്യങ്ങളുടെ പോക്ക്. സമാധാനപരമായ അന്തരീക്ഷത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാധ്യതകൾ തന്നെയാണ് ഇവിടെ ഇല്ലാതാകുന്നതും.